ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. നമ്മുടെ ഇൻഡെക്സ് ലെവൽസ് നോക്കി ഇന്ന് അത്യാവശ്യം ട്രേഡുകളൊക്കെ എടുക്കാം. നമ്മുടെ നിഫ്റ്റി 50 ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ദെൻ നിഫ്റ്റി ഒക്കെ താഴത്തെ ബോൾ ലൈനിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ. പക്ഷേ മുകളിലത്തെ ലൈൻസ് ക്രോസ് ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി മാത്രമാണ് ക്രോസ് ചെയ്യാതെ നിന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് വേണം. സ്ട്രൈക്ക് ലെവൽസ് നോക്കിയിട്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ 2 ട്രേഡുകൾ ആക്റ്റീവായിരുന്നു, നോക്കിക്കൊള്ളുക. 4ാമത്തെ ക്യാൻഡിൽ നോക്കിക്കൊള്ളാം. ഇതാ 4ാമത്തെ പൊസിഷൻ നോക്കിക്കേ. ബാങ്ക് നിഫ്റ്റിയിലെ 4ാമത്തെ പിയുടെ പൊസിഷൻ നോക്കുക. 2 പി ഗ്രാഫുകളാണ് നമുക്ക് തരും, 2 സി ഗ്രാഫുകൾ നമുക്ക് തരും. അതിൽ 3 കൺഫേംഡ് ആണെങ്കിൽ, 3 ഒരേ ലെവൽസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡ് ആക്റ്റീവ് ആകും എന്നുള്ളതാണ് നമ്മളുടെ റൂള്. 100% ആക്യുറസി ഉള്ള റൂളാണിത്, നോക്കിക്കോളുക. 1 2 3 4 4th ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബാങ്ക് നിഫ്റ്റി പി പൊസിഷൻ ഇടിഞ്ഞിതാ ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, 4th ക്യാൻഡിൽ ഫസ്റ്റ് ലെവലിൽ വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഇപ്പുറത്തെ പി പൊസിഷനും ഇത് ജസ്റ്റ് ഫസ്റ്റ് ലെവലിൽ എത്തിയിട്ടില്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് 2 കൺഫേംഡ്, 1 ചെറിയ ഡിഫറൻസ് നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അത് നോക്കിക്കേ, സി പൊസിഷനിലേക്ക് വരാം. സി പൊസിഷൻ ഇതുപോലെ 4th ക്യാൻഡിലായപ്പോൾ മുകളിലത്തെ ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് അല്ലേ. പി പൊസിഷൻ താഴത്തെ ഫസ്റ്റ് ലെവലിൽ വരുമ്പോൾ സി പൊസിഷൻ മുകളിലത്തെ ഫസ്റ്റ് ലെവലിൽ വരണം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ലെവലാണ്, ഇത് ഫസ്റ്റ് ലെവലാണ്. ഇവിടെ അടുത്ത പി പൊസിഷനും ഫസ്റ്റ് ലെവലാണ്. സി പൊസിഷൻ നോക്കി അതേസമയം ഫസ്റ്റ് ലെവലല്ല, സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്. അതും ഒരു കൺഫേംഡ് ലെവലാണ്, ഇത് മാക്സിമം ലെവലാണ്, ഇതിനപ്പുറത്തേക്ക് പോവില്ല എന്നുള്ളതാണ് നമ്മുടെ റൂള്. ഓക്കെ, ഇത് മാക്സിമം ലെവലിലാണ്, അതുകൊണ്ട് അതും കൺഫേംഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ലെവലിലായിരിക്കണം കൂടുതലും ഒരേപോലെ വരണം. അപ്പോൾ ഒരേപോലെ വന്നിട്ടുള്ളത് ഇവിടെ 2 ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. സി പൊസിഷനും കണ്ട, പി പൊസിഷൻ ഇടിഞ്ഞിടിഞ്ഞ് ഫസ്റ്റ് ലെവലിൽ വന്നു, സി പൊസിഷൻ കയറി ഫസ്റ്റ് ലെവലിൽ വന്നു. ഓക്കെ, ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലൈൻ, ബോൾ ലൈൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലൈൻ. ഇത് സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ബോൾ ലൈൻ കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ ലൈൻ. ഓക്കെ, അറിയാൻ പാടില്ലാത്തവർക്കാണ് ഒന്നുകൂടെ പറഞ്ഞത്. ദെൻ കണ്ട, ഇതിപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിലും 2 ടച്ച് ചെയ്ത് നിൽക്കുകയും 1 ചെറിയ ഗ്യാപ്പിൽ നിൽക്കുകയും ചെയ്യുന്നത് കുഴപ്പമില്ലാത്ത പൊസിഷനാണ് കേട്ടോ. അത് നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് ഇവിടെ നിഫ്റ്റി ഉണ്ട്. അപ്പോൾ ഇത് അടുത്ത ഒരു പി പൊസിഷൻ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് 4ാമത്തെ ക്യാൻഡിൽ കാണിക്കുന്നത്. നമുക്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റിയിൽ അതേസമയം ഇതാ 4ാമത്തെ ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയും ഫസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. കണ്ട, സി പൊസിഷൻ കയറി ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. ദെൻ പി പൊസിഷൻ ഇറങ്ങി ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. ഇവിടെയും പി പൊസിഷൻ ഇറങ്ങി ഫസ്റ്റ് ലെവൽ വന്നിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, നല്ല ചെറിയ ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൺഫേം ചെയ്യാം. കൺഫേംഡ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സി പൊസിഷൻ ആണെങ്കിൽ അടുത്ത സി പൊസിഷൻ കയറി ഇതുപോലെ മാക്സിമം ലെവലിലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേംഡ് ലെവലാണ്. നമുക്ക് ഒരു 4ാമത്തെ ക്യാൻഡിലാകുമ്പോൾ നമ്മൾ പി പൊസിഷൻ ഉണ്ടാകാൻ പോകുന്ന ഐഡൻറ്റിഫൈ ചെയ്യുന്നു. തൊട്ട് 5ാമത്തെ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. 1 2 3 4th ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്ത് 5th ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുകയാണ്. കണ്ട, പി പൊസിഷൻ 5th ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. അവിടെ തൊട്ടേ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. 5 രൂപയുടെ ഇവിടെയൊക്കെ ഒരു 5 രൂപയ്ക്കാണ് നമ്മൾ എടുത്തെങ്കിൽ പോലും നല്ല രീതിയിൽ 150 വരെ പോയിട്ടുണ്ട്. അതായത് 3000% കൂടുതൽ റിട്ടേൺ നമുക്ക് തന്നിട്ടുള്ളൊരു ട്രേഡാണത്. അതുവരെ നമ്മൾ പോകേണ്ട, നമ്മൾ ആ ഒറ്റ ക്യാൻഡിൽ തന്നെ എടുത്ത് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഒറ്റ ക്യാൻഡിൽ തന്നെ എത്രയോ റിട്ടേൺ ആണ് പോയിട്ടുള്ളത് നോക്കുക. കണ്ട, 50 വരെ, ഏകദേശം 50 വരെ പോയിട്ടുണ്ട്. അതായത് 1000% റിട്ടേൺ നമുക്ക് ആ ഒറ്റ ക്യാൻഡിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ 4ാമത്തെ പൊസിഷൻ അങ്ങനെ ഒരുപോലെ വന്നതുകൊണ്ട് നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ട്രേഡ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഇതാ ഇവിടുന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത സാധനം തിരിച്ചത് ഇവിടം വരെ പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. സി പൊസിഷൻ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം പി പൊസിഷൻസ് കണ്ട, മുകളിലേക്ക് കയറിപ്പോയി പി പൊസിഷൻ ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും പി പൊസിഷൻ ഇറങ്ങി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കയറിപ്പോയൊരു പി പൊസിഷൻ ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നു. സോ അവിടുന്ന് മുകളിലേക്ക് റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ റൂള്. ഇവിടെ അതുപോലെ തന്നെയാണ്, പി പൊസിഷൻ ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് റിജക്റ്റ് ചെയ്യും. അപ്പോൾ സി പൊസിഷൻ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യണം. കണ്ട, ഇവിടുന്ന് കയറിപ്പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ആ സമയം ഇത് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് എക്സ്പയറി ഒക്കെ മാറിയത് കൊണ്ട് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻസ് കുറച്ച് നേരം പിടിക്കും റൺ ചെയ്യാൻ. ഒരു 2 ദിവസം കൂടിയൊക്കെ പിടിക്കും നല്ല രീതിയിൽ ഒരു ലിക്വിഡിറ്റി ഓരോ സ്ട്രൈക്കുകളിലും വരാനായിട്ട്, ഈ മന്തിൻ്റെ സ്ട്രൈക്കുകളിൽ വരാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് പഴയ പോലെ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സി പൊസിഷൻ എറിയും. അപ്പോൾ വീണ്ടും പി പൊസിഷൻ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഈ ഒരു ക്യാൻഡിൽ അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് 14 ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം.
ഇതാ 14 ക്യാരൽ നോക്കിക്കുക. 5th, then 6th, 7, 8, 9, 10, 11, 12, 13, 14. ഈ ഒരു ക്യാനൽ കണ്ട 25 രൂപയ്ക്കൊക്കെ എൻ്റർ ചെയ്താൽ പോലും നമുക്ക് ആ ഒറ്റ ക്യാനൽ തന്നെ 100% എബോവ് റിട്ടേൺ വരുന്നുണ്ട്. ഇത് 150 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒറ്റ ക്യാനൽ തന്നെ 100% റിട്ടേൺ കിട്ടും. അപ്പോൾ നമുക്ക് 3 കൺഫേംഡ് ആകുന്ന ഇതാ ഈ 2 ലെവൽസാണ് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നത്. നിഫ്റ്റി പ്രകാരം യാതൊരുവിധ 3 കൺഫേം ചെയ്യുന്ന ലെവൽസ് ഇല്ല. കാരണം ഇവിടെ ലിക്വിഡിറ്റി കുറവാണ്. നിഫ്റ്റിയിൽ 30 ജനുവരിയിൽ അത് എടുക്കുമ്പോഴത്തേക്കും വളരെ ലിക്വിഡിറ്റി കുറവാണ്. കാരണം ഇത് ആയിട്ടില്ല, 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിൽ ലിക്വിഡിറ്റി വന്നോളൂ. ഓക്കെ, ഫിൻനിഫ്റ്റിയിലാണെങ്കിൽ ഈ ഒരു ഒറ്റ ട്രേഡാണ് ഇവിടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതേ ട്രേഡ് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ ആക്റ്റീവായിരുന്നു. ഫിൻനിഫ്റ്റി നോക്കിയാൽ കുറച്ചും കൂടി ഈ ഗ്യാപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. കുറച്ചും കൂടി ചെറിയ ഗ്യാപ്പാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നും നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ 2 ദിവസം ട്രേഡിങ്ങിൽ നിന്ന് ഹോളിഡേ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് സമയത്ത് ലൈവിൽ ഇൻഫോം ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.